ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല നമ്മളെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വലിയ സമാധാനവും സന്തോഷവും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും മുൻപെങ്ങുമില്ലാത്ത നിലക്ക് ജീവിതത്തിന്റെ പല രംഗങ്ങളിലും അസ്വസ്ഥമായ മനസ്സോടുകൂടി എന്തൊക്കെയോ വേവലാതികളും ആശങ്കകളുമായിട്ടാണ് നമ്മളിൽ പലരും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലർക്കും പലതും ഓരോ ദിവസങ്ങളായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം ജോലി, ആശങ്കയുടെ മുനയിൽ നിൽക്കുന്ന പ്രവാസ ലോകത്തെ ബിസിനസ്സുകൾ, നാട്ടിലുള്ള കച്ചവട രംഗത്തുണ്ടാകുന്ന തൊഴിലില്ലായ്മയും അതിനേക്കാളേറെ ലാഭമില്ലായ്മയും, അപ്രതീക്ഷിതമായി മക്കളുടെ ജീവിതത്തിലേക്ക് വരുന്ന മരണങ്ങളും പരീക്ഷണങ്ങളും, അതിനേക്കാളേറെ സ്വസ്ഥമായി ആഗ്രഹിക്കുന്ന ദാമ്പത്യ ജീവിതത്തിൽ പോലും കല്ലുകടികളും വഞ്ചനയും, ഒരിക്കലും നമ്മളെ മനസ്സാഗ്രഹിക്കുന്ന രീതിയിലല്ല നമ്മളെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മറിച്ച് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ആരോ ഒരു നിയന്ത്രണം ഏറ്റെടുക്കുകയും നമ്മൾ എത്ര ഇബാദത്ത് ചെയ്താലും എന്തൊക്കെ നല്ലത് പ്രവർത്തിച്ചാലും ഇങ്ങനെയൊക്കെ നമ്മളെ ജീവിതം പോകാൻ പാടുള്ളൂ എന്ന് നിശ്ചയിച്ചുറപ്പിച്ച ആരോ നമ്മളെ ജീവിതം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ കൂട്ടത്തിലുള്ള പലരും അതൊന്നും ചിന്തിക്കാതെ നിരാശരാണ്. എന്തൊക്കെയോ ആലോചിച്ച് ഡിപ്രഷൻ അടിക്കുക, കിട്ടാത്തതിനെ കുറിച്ച് ചിന്തിച്ച് കാട് കയറുക, ദുനിയാവിലെ പണമാണ് സമാധാനം എന്ന് ചിന്തിച്ച് ഏത് അക്രമത്തിലൂടെയും പണമുണ്ടാക്കുക, അവസാനം എല്ലാം തകരുന്നതോടുകൂടി ദീനും തകരുക. ഇങ്ങനെയൊക്കെയാ പലരുടെ ജീവിതവും ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു ഉമ്മ പറഞ്ഞതുപോലെ, ഞാൻ നല്ല നമസ്കാരവും നോമ്പും ഖുർആനോത്തും ഒക്കെ ആയിട്ട് ജീവിക്കുന്നുണ്ട് ഉസ്താദെ, പക്ഷെ എന്റെ മകനാണ് കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ അപകടത്തിൽ മരണപ്പെട്ടത്. എനിക്കിപ്പോ തോന്നുന്നു ഞാൻ എന്തിനാ നമസ്കരിച്ച്, ഞാൻ ഇങ്ങനെയൊക്കെ നടന്നിട്ടു എന്താ പടച്ചോൻ ഇന്നെ മനസ്സിലാക്കാത്ത, ഇങ്ങനെയൊക്കെ നല്ല നിലക്ക് ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടും എന്തിനാ പടച്ചോൻ ഇന്നെങ്ങനെ സങ്കടപ്പെടുത്തുന്നു. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതോടുകൂടി പിന്നീട് അവന്റെ ദീന് നശിക്കും, കുടുംബം നശിക്കും, സ്വസ്ഥതയില്ലാണ്ടാകും. ഇസ്ലാം പഠിപ്പിക്കാത്ത നിരവധി സാമ്പത്തിക കുറ്റകൃത്യത്തിലേക്ക് അവൻ എത്തിപ്പെടും. അവസാനം എന്തൊക്കെയോ ആയി അവൻ ഈ ലോകത്തു നിന്നും അള്ളാന്റെ അടുത്തേക്ക് തിരിച്ചു മടങ്ങും. ഇത്തരത്തിലുള്ളൊരവസ്ഥ നമ്മൾ നേരിടേണ്ടി വരുമെന്ന് 1400 കൊല്ലം മുൻപ് വിശുദ്ധ ഖുർആനിലൂടെ ലോകത്തിന്റെ നബിത്തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും കിട്ടുന്ന ലോകം അള്ളാഹുവിന്റെ സ്വർഗം മാത്രമാണ്. ഇവിടെ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും പടച്ചോ നമുക്ക് തന്നിരുന്നെങ്കിൽ ഒരാൾക്കും മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റൂല. ദുനിയാവെന്നാൽ ഉയർച്ചയും താഴ്ചയും ഏറ്റക്കുറച്ചിലുകളും ദാരിദ്ര്യവും സമ്പത്തും എല്ലാം ഇടകലർന്നൊരിടമാണ് പടച്ചോന്റെ ദുനിയാവ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. എല്ലാവരും കച്ചവടം അങ്ങോട്ട് ലാഭാകണം, എല്ലാവരും കോടീശ്വരന്മാരാകണം എന്ന് തീരുമാനിച്ചാൽ ലോകം നന്നാവൂ? എല്ലാവരും ദാരിദ്ര്യത്തിലെത്തണം എന്ന് തീരുമാനിച്ചാൽ ലോകം നന്നാവൂല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് ഓർമ്മപ്പെടുത്തിയതും നിങ്ങൾ ഒരിക്കലും നിരാശരാവരുത്. കാരണം റബ്ബ് എന്ത് തന്നോ അതിന്റെ പരിധി 70 80 കൊല്ലം മാത്രം. എനിക്കുങ്ങൊക്കും പടച്ചോ നിശ്ചയിച്ചത് 80 70 വയസ്സാണെങ്കിൽ ആ കൊല്ലത്തേക്ക് നമ്മൾ ഈ ലോകത്ത് അനുഭവിക്കേണ്ടതുള്ളൂ. ആ ലോകത്ത് അനുഭവിക്കുമ്പോഴേക്കും ഇതാണ് വലുത്, ഇതിലും വലുതൊന്നും വരാനില്ല എന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. മറിച്ച് കയറി ചെല്ലുന്ന കബറ്, ഇന്നേക്ക് നബിത്തങ്ങൾ 1448 കൊല്ലായി കബറിൽ. ആ കബറിലാണ് വേദനയെങ്കിലോ, ആ കബറിലാണ് നിലയ്ക്കാത്ത പരീക്ഷണമെങ്കിലോ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമ 5000 കൊല്ലായി കബറിൽ. ഇങ്ങനെ ലോകത്ത് നമ്മൾ ജീവിച്ച കാലം ചെറുതാണെന്ന് ചിന്തിക്കുകയും ഇവിടെ ചെയ്തു പോയ പാപങ്ങളും കുറ്റങ്ങളും എന്റെ റബ്ബിനോട് പറഞ്ഞാലേ എനിക്കത് പൊരുത്തപ്പെട്ടു കിട്ടൂ എന്ന് ചിന്തിച്ച് ചെയ്തു പോകുന്ന പാപങ്ങളെല്ലാം റബ്ബിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാനാണ് പടച്ചോൻ നമുക്ക് ആയുസ് നീട്ടിത്തന്നുകൊണ്ടിരിക്കുന്നത്.
അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് കൽപ്പിച്ചതും കുൽ, നബിയെ എന്റെ അടിമകളോട് താങ്കൾ പറയണം, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് തന്നെ കുറ്റങ്ങൾ ചെയ്തു പോയവരാണെങ്കിൽ, ഇനി അതല്ല അവർക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ലാ തഖ്നതു മിൻ റഹ്മത്തില്ല, റബ്ബിന്റെ കാരുണ്യത്തെ തൊട്ടൊരിക്കലും അവരോട് നിരാശരാവരുത് എന്ന് പറയണം. കാരണം പടച്ചോൻ എന്തെങ്കിലും തന്നിട്ടില്ലെങ്കിൽ അത് നമ്മുടെ ഗുണത്തിനാ. അള്ളാഹു എന്തെങ്കിലും കൂടുതൽ തന്നിട്ടുണ്ടെങ്കിൽ അത് പരീക്ഷണക്കാനാ. ആ നിലക്ക് അവരോട് പറയണം, ലാ തഖ്നതു മിൻ റഹ്മത്തില്ല, അള്ളാന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാവരുത് എന്ന് പടച്ചോൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയണം. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, കാരണം ഒരു മനുഷ്യന് കിട്ടുന്ന കോടികളെക്കാൾ, അവന് കിട്ടുന്ന പേരുകെട്ട സമ്പത്തിന്റെ ജോലികളെക്കാൾ അവന് ഏറ്റവും ഉപകാരമുള്ളത് അവന്റെ പാപങ്ങൾ പൊറുത്തു കിട്ടുക എന്നുള്ളതാ. കോടാനുകോടി കൊടുത്താലും പൊറുക്കപ്പെടാത്തൊരു പടച്ച റബ്ബിന്റെ മുൻപിൽ ഞാനും നിങ്ങളും നിൽക്കേണ്ടതുണ്ട്. ഏത് തറവാട്ടിലെ വാപ്പാന്റെ മക്കളാണെങ്കിലും പേരുകെട്ട ഗോത്രമാണെങ്കിലും തല കുനിച്ച് മാത്രം നിൽക്കേണ്ട റബ്ബിന്റെ ഒരു മൗശറയുണ്ട്. അവിടെ അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുക എന്നുള്ളതിനേക്കാൾ വലിയൊരു നേട്ടവും അവർക്ക് അല്ലാന്റെ ദുനിയാവെന്ന് സമ്പാദിക്കാൻ പറ്റിയിട്ടില്ല. ഇന്നഹു വൽ ഗഫൂറുർ റഹീം, തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാ. അതുകൊണ്ട് തന്നെ ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ തൗബ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആശങ്കപ്പെടരുത്. ഇന്ന് ചിലർക്ക് തോന്നും തൗബയൊക്കെ ചെയ്തു, പക്ഷെ പിന്നുണ്ടാകുന്നതൊക്കെ പരീക്ഷണങ്ങള്. അതോടുകൂടി അവർ ചിന്തിക്കാം, മുൻപ് ഞാൻ ചെയ്ത തെറ്റിന്റെ പേരിലാണോ റബ്ബിനെ പരീക്ഷിക്കുന്നത്? അന്ന് ചെയ്തു പോയതിന്റെ പേരിലാണോ പടച്ചോൻ പിന്നെയും പിന്നെ ഇന്നെ ഇടങ്ങാറാക്കുന്നത്? അല്ല. ഒരു മനുഷ്യൻ ആത്മാർത്ഥമായി തെറ്റ് തിരുത്തുകയും ഇനി അത് ആവർത്തിക്കുകയില്ല എന്ന് റബ്ബിന്റെ മുൻപിൽ ഖേദിച്ചു മടങ്ങുകയും അത് ആവർത്തിക്കാതിരിക്കുകയും ചെയ്താൽ അതുവരെ അവൻ ചെയ്തതൊക്കെ റബ്ബ് പൊറുക്കും. അവൻ ശിർക്ക് ചെയ്ത റബ്ബ് പൊറുക്കും, വ്യഭിചരിച്ച റബ്ബ് പൊറുക്കും. ഒരിക്കലും അതിനുശേഷം പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നാം മുൻപ് ചെയ്തതിന്റെ പേരിൽ പടച്ചൊന്നപ്പ പിടികൂടുക എന്ന് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങിയാൽ നിങ്ങൾ നിരാശരാവും. അതാണ് പിശാച് നിങ്ങളെ ദുർമന്ത്രണം നടത്തുന്നതും. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, നിങ്ങളെ മനസ്സിന്റെ ഉള്ളിലേക്ക് അവൻ കയറി ചെല്ലുന്നത് പോലെ നിങ്ങളെ കൊണ്ട് അവൻ ചിന്തിപ്പിക്കും, ഇതന്ന് ചെയ്തേണ്ടതാ, ഇതന്ന് കാട്ടിക്കൂട്ടിയതിൻ്റെതാ എന്നവൻ നിങ്ങളെ നിരാശരാക്കുകയും ചെയ്യും. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്തു പോയ പാപത്തിന്റെ പേരിൽ മദീനത്തെ പള്ളിയിൽ വെച്ച് കരയാൻ തുടങ്ങി. സ്വന്തം മകളെ കുഴിച്ചു മൂടിയതിൻ്റെതും നാട്ടുകാർക്ക് വേണ്ടി കേടിയായി പണിയെടുത്ത കൊട്ടേഷന്റെ പേരിലും സയ്യിദുനാ ഉമർ അങ്ങനെ കണ്ണീര് കുടിക്കുമ്പോ നബി തങ്ങൾ അടുത്തു വന്ന് പറഞ്ഞു, യാ ഉമർ, ഉമറേ, അമാ അലിംത, നീ ഒരു കാര്യം മനസ്സിലാക്കണം, അന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ലഹു, നീ ഖേദിച്ചു മടങ്ങി ആ തെറ്റ് ഞാൻ ഇനി ചെയ്യൂല എന്ന് റബ്ബിനോട് പറഞ്ഞു എങ്കിൽ, നീ ഇസ്ലാമിലേക്ക് ആ മനസ്സോടെ കയറി വന്നിട്ടുണ്ടെങ്കിൽ മുൻകാലഘട്ടത്തിൽ നീ ചെയ്ത എല്ലാ പാപങ്ങളും അതോടെ റബ്ബ് നിനക്ക് പൊറുത്തിട്ട് നിന്നിട്ടുണ്ട്. അതുകൊണ്ട് മുൻപ് ചെയ്തു പോയത് എത്ര വലിയ കുറ്റമാണെങ്കിലും അതിന്റെ പേരിൽ നീ ഒരിക്കലും നിരാശപ്പെടരുത്. നീ നിന്റെ റബ്ബിനോട് അത് പറയുകയാണെങ്കിൽ, ഇതാണ് തെറ്റ് ചെയ്തു പോയതിന്റെ പേരിൽ നിരാശപ്പെടരുതെന്ന് റബ്ബ് പറയുന്നത്.